എന്നാലും ചേട്ടാ എനിക്ക് മനസ്സിലാവുന്നില്ല, നീ എന്ത് ധൈര്യത്തിൽ അവളുടെ കൂടെ താമസിക്കണേന്ന്. സ്വബോധമില്ലാതെ അവൾ നിന്നെ വല്ലതും ചെയ്താലോ? മോളെ, നീ വിചാരിക്കും പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. ആക്സിഡന്റിന് ശേഷം അവൾക്ക് കുറച്ച് ഓർമ്മക്കുറവുണ്ട്. അല്ലാണ്ട് നീ വിചാരിക്കും പോലെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല ഞങ്ങൾക്കിടയിൽ. ഞാൻ നിന്റെ നല്ലതിന് വേണ്ടിയാണ് പറഞ്ഞത്. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യേ, നിങ്ങൾ വീട്ടിലേക്ക് വാ. അവിടെ ഇപ്പോൾ പഴയ പോലെ ആർക്കും നിങ്ങളോട് പ്രശ്നമൊന്നുമില്ല. ഞാൻ അമ്മയോട് സംസാരിക്കാം. അത് വേണ്ട മോളെ. അവിടെ വന്നു കഴിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വലിയ പാടായിരിക്കും. ഇതാകുമ്പോൾ ഞാൻ മാത്രം മാനേജ് ചെയ്താൽ മതിയല്ലോ അവളെ. ശരി, നിൻ്റെ ഇഷ്ടം. അല്ല, അവൾക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇമ്പ്രൂവായി വരുന്നുണ്ട്. പക്ഷെ ഡോക്ടർ പറഞ്ഞത് വലിയ പ്രതീക്ഷയൊന്നും വയ്ക്കണ്ടാണ്. ആക്സിഡന്റിന് മുമ്പുള്ളതൊക്കെ അവൾക്ക് ഓർമ്മയുണ്ടല്ലേ? അതൊക്കെ ഓർമ്മ. പക്ഷെ പുതുതായിട്ട് ജനറേറ്റ് ചെയ്യുന്ന ഓർമ്മകളൊക്കെ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ മറന്നു പോകും. അതാ മെയിനായിട്ടുള്ള പ്രശ്നം. എന്തായാലും നീ ഒന്ന് സൂക്ഷിച്ചോ. മനുഷ്യനല്ലേ, ഏത് നേരത്താ എങ്ങനെ മാറുമെന്നും പറയാൻ പറ്റില്ലല്ലോ. ഞാൻ ഇറങ്ങട്ടെ. എടാ കത്തി, ഇതെങ്ങനെ എന്റെ കയ്യില്? നീ കിച്ചണിൽ കറക്കി അരിഞ്ഞോണ്ടിരിക്കലായിരുന്നു, മറന്നുപോയോ? എടാ ഞാൻ നിന്നെ എന്തെങ്കിലും ചെയ്യും. എന്ത് ചെയ്യാനാ? നീ വന്നേ, അതെ ഓരോന്ന് ആലോചിച്ചുണ്ടാകും. ഇവിടെ ചോറും കറിക്കാൻ ഞാൻ വെച്ചോളാം, ഇവിടെ ഇരുന്നാ മതി. എന്താ? തിങ്കളാഴ്ച നമ്മളെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. എന്തായിരുന്നു തിങ്കളാഴ്ച? ഇന്ന് ബുധനാഴ്ച, അപ്പം മെനിഞ്ഞാന്ന്. എടാ ഞാൻ നമ്മുടെ ആനിവേഴ്സറി മറന്നില്ലേ? ഞാനും മറന്നിരിക്കുകയായിരുന്നു. പിന്നെ ഫേസ്ബുക്ക് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഓർമ്മിച്ചേ. നമ്മളത് കേക്കൊക്കെ പഠിച്ച് മുറിച്ചായിരുന്നല്ലോ, മറന്നുപോയോ? എനിക്കൊന്നും ഓർമ്മയില്ലടാ, ഞാനെല്ലാം മറക്കുക. എടാ ഞാൻ നിന്നെയും മറക്കും. എനിക്കിങ്ങനെ ജീവിക്കണ്ട. അങ്ങനെ എന്നെ മറക്കാൻ പറ്റുന്നത്? അങ്ങനെ മറന്നാലും ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കില്ലേ? അതിന് കഴിഞ്ഞില്ല എത്ര നേരമായിട്ട്. ഇഷ്ടല്ല. ഒന്ന് പോയി നോക്കൂ. കണ്ടോ? പോസ്റ്റ്മാൻ വന്നായിരുന്നു. അതെന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നൊരു കുട്ടിയാ. ഇതൊക്കെ എന്താ നീ രാത്രി മാത്രം മെസ്സേജ് അയക്കണേ? ഇവളെന്തിനാ നീ ഒറ്റയ്ക്ക് കാണണമെന്ന് പറയണേ? ഇവളോട് എന്തിനാ നീ ഇഷ്ടമാണെന്ന് പറയണേ? എനിക്ക് നീ ഇല്ലാതെ ആരുമില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? നിനക്കെന്നെ കൊന്നിട്ടാവായിരുന്നില്ല രാഹുൽ ഇതൊക്കെ? നിനക്ക് വേണ്ടിയല്ലേ ഞാൻ എല്ലാവരും ഉപേക്ഷിച്ച് വന്നേ? നിനക്ക് ഞാൻ ജീവനോട് ഇരിക്കുമ്പോൾ എങ്ങനെ തോന്നിയാടാ ഇതൊക്കെ? കൊന്നിട്ട് ഞാൻ ജയിലിൽ പോയി കിടക്കണമായിരുന്നു. നീ എന്തിനാ ഇപ്പം ഞാൻ ദേഷ്യപ്പെടുന്നേ? അതിന് മാത്രം ഇവിടെ എന്താ പ്രശ്നം ഉണ്ടായേ? ഒരു പ്രശ്നമില്ലേ? നിനക്കിതൊന്നും ഒരു പ്രശ്നമായി തോന്നുന്നില്ലേ? ഇല്ല മോളെ, ശരിക്കും നീ ഒന്ന് ആലോചിച്ച് നോക്കി. നീ ദേഷ്യപ്പെടുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഞാൻ ചതിയനായാലും വഞ്ചകനായാലും ആത്മാർത്ഥ ഇല്ലാത്തവനായാലൊക്കെ നിന്റെ മനസ്സിൽ വെറും 10-15 മിനിറ്റത്തെ ആയുസ് മാത്രമേ ഉള്ളൂ. പോട്ടെ, എല്ലാം പോട്ടെ. നീ ഇത് ആദ്യമായിട്ടാണ് കണ്ടുപിടിക്കുന്നതെന്ന് എൻ്റെ വിചാരം? അപ്പോൾ നീ ഇത്രയും നാൾ എൻ്റെ അടുത്ത് കാണിച്ചതൊക്കെ എന്ത് സ്നേഹം? ഞാൻ നിന്നെ എത്ര തന്നെ സ്നേഹിച്ചാലും കുറച്ച് കഴിയുമ്പോൾ നീ അതെല്ലാം മറന്നു. ഒരർത്ഥമില്ലാണ്ട് ഞാൻ വീണ്ടും വീണ്ടും നിന്നെ സ്നേഹിച്ചു കൊടുത്തിട്ട് എന്ത് കാര്യം?
തിരിച്ചു കിട്ടുമ്പോഴല്ലേ കൊടുക്കുന്ന സ്നേഹത്തിനൊക്കെ ഒരു അർത്ഥം ഉണ്ടാവും. ഒരിക്കലും തിരിച്ചു കിട്ടാത്ത സ്നേഹത്തിന് വേണ്ടി ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടാൻ ഞാൻ പുണ്യാളൊന്നുമല്ല. എൻ്റെ മോളിപ്പോൾ ഒന്നും വിചാരിക്കണ്ട, സ്വസ്ഥമായിട്ട് അവിടെ ഇരിക്കും. കുറച്ച് കഴിയുമ്പോൾ നീ എല്ലാം മറക്കും. പിന്നെ ഈ കാണിക്കുന്ന സ്നേഹമൊക്കെ നിനക്കങ്ങ് മാറും. നീ പഴയ പോലെ എല്ലാം മറന്ന് സ്നേഹിക്കുകയും ചെയ്യും. ജീവിതത്തിൽ എല്ലാം ഒന്നും എപ്പോഴും സത്യമാവണമെന്നില്ല, പക്ഷെ അങ്ങനെ സത്യമാണെന്ന് ജീവിക്കാൻ പറ്റുന്നത് വലിയൊരു ഭാഗ്യം.